ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു SP Grandays. ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത് ഷെഫ് രാജേഷ്. നമ്മൾ ഇന്ന് ചെയ്യുന്നതിന് മുമ്പ്, ഒരു ഡിഷ് ചെയ്യുന്നതിന് മുമ്പ് ആ ഡിഷിനെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു സാലഡാണ്. എല്ലാ വീട്ടിലും രാവിലെ നമ്മളൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങളൊന്ന് ഈ ഒരു ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യാൻ പോകുന്ന ഡിഷ് ബ്രേക്ക്ഫാസ്റ്റ് സലാഡ്. ഇതിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ബ്രേക്ക്ഫാസ്റ്റ് സലാഡിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി, ഫ്രൈഡ് ഇഡ്ഡലിയാണ് ഉപയോഗിക്കുന്നത്. ഫ്രൈഡ് ഇഡ്ഡലി, അതുപോലെ വട, ഉഴുന്നുവട, ഓണിയൻ, അതായത് സവാള, ക്യാബേജ്, കൊറിയാണ്ടർ ലീവ്സ്, ലൈം, സോൾട്ട്, ചില്ലി പൗഡർ, ഹാൻഡ് കേർഡ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത്, അതായത് കേർഡ് നമ്മൾ കുറച്ചൊരു തുണിയിൽ കെട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ടുള്ള ക്രീമായിട്ടുള്ള ഒരു സോളിഡ് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദെൻ ഒലീവ് ഓയിൽ, സാലഡ് കുക്കുംബർ, ചാട്ട് മസാല, ക്രഷ് പെപ്പർ, അതുപോലെ കുറച്ച് സേവ്, നമുക്കറിയാം മിച്ചറിന് ഉപയോഗിക്കുന്ന അതായത് കടലമാവിൻ്റെ വളരെ തിൻ ഫ്രൈഡ് സ്ട്രിപ്സ്, ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടു. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ഇഡ്ഡലി വളരെ ചെറിയ പീസായിട്ട് എടുത്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഓവനിൽ ഡ്രൈ ആക്കിയാലും നമുക്ക് നല്ലതായിരിക്കും. പിന്നെ വട ഓൾറെഡി ഫ്രൈഡ് ആണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുക്കുംബർ സ്ലൈസ് ചെയ്യാം. സ്ലൈസ്ഡ് കുക്കുംബർ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വിത്ത് സ്കിന്നോടുകൂടി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓണിയൻ, സവാള, ദെൻ ക്യാബേജ്. ഇത് നമ്മൾ ക്യാബേജ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലെറ്റ്യൂസോ അല്ലെങ്കിൽ ചൈനീസ് ക്യാബേജ്, ബോക്ചോയോ, എന്ത് ലീവ്സ് വേണമെങ്കിലും എഡിബിൾ ആയിട്ടുള്ള ലീവ്സ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. ക്യാബേജായി ഇതിലേക്ക് ഞാൻ ഫ്രൈഡ് ഇഡ്ഡലി, വട കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതിലേക്ക് കുറച്ച് മല്ലിയില, ലൈം ജ്യൂസ്, ഇതിലേക്ക് ഞാൻ ഹാൻഡ് ഒലീവ് ഓയിൽ. ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് ഇടുന്നുള്ളൂ, കാരണം നമ്മൾ ഇതിനകത്ത് ചാട്ട് മസാല ആഡ് ചെയ്യുന്നുണ്ട്. ചാട്ട് മസാലയ്ക്കകത്ത് ഈ മാംഗോ പൗഡറും അതുപോലെ ബ്ലാക്ക് സോൾട്ടൊക്കെ ഉണ്ട്, ജീര പൗഡറൊക്കെ ഉണ്ട്. അത് കുറച്ച് ചാട്ട് മസാല, പെപ്പർ, ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ഹാൻഡ് ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. കുറച്ചൊന്ന് മിക്സ് ആവാനായിട്ടുള്ളൊരു കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന്, അതുപോലെ തന്നെ ഫ്രൈഡ് ഇഡ്ഡലിയും വടയൊക്കെയാണ്. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സലാഡിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇത് വേണമെങ്കിൽ നമുക്കൊരു 5-10 മിനിറ്റോ ഒന്ന് ഫ്രീസറിൽ വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്ത് വെച്ചിരുന്നാലും മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൈഡ് ഇഡ്ഡലിയും അതുപോലെ വടയും ഒന്ന് സോഫ്റ്റായി കിട്ടണം. എന്നാൽ മാത്രമേ ഇത് കുറച്ചുകൂടി നമുക്ക് ഈ പറയുന്ന മസാലയും ഈ പറയുന്ന ജ്യൂസും ഈ ക്രീമൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം, നമ്മൾ കുറച്ച് ഫ്രൈ ഐറ്റംസ് മാത്രമേ, അതായത് കുറച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്രൈ ഐറ്റംസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിതിനകത്ത് കുറച്ച് കൂടുതൽ സലാഡ്, അതുപോലെ ഇപ്പം കേടാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് പാകാം. കുറച്ച് ചില്ലി പൗഡർ ഒന്ന് ലൈറ്റായിട്ടൊന്ന്, അധികം വേണ്ട, നമ്മളുടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഇതിലേക്ക് ഞാൻ കുറച്ച് റോ മാംഗോ, പച്ച മാങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ലൈറ്റായി. ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, സെയിം ഇത് മിക്സ്ചറിൻ്റെ കുറച്ച് കട്ടി കൂടിയ സ്ട്രിപ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഫ്രൈ ചെയ്ത. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഡിഷ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സലാഡ് റെഡിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അറിയാം, കാരണം വെച്ചാൽ കോമൺ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ തീർച്ചയായും നിങ്ങളിത് ഉണ്ടായി നോക്കണം.
അപ്പം നമ്മുടെ SP ഗ്രാൻഡേഴ്സിൻ്റെ ഒരു വിഭവം കൂടിയാണ് നമ്മുടെ ഗസ്റ്റിന് എല്ലാ ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഓരോ സാലഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വകയായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സോ ജസ്റ്റ് ട്രൈ ഇറ്റ്.